ഒരേ ഓഫീസിൽ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകർ ഒരു വർഷത്തെ കഠിനാധ്വാനത്തിന് ശേഷം വലിയൊരു ആഘോഷത്തിനായി ഗോവയിലേക്ക് പോയി. എല്ലാവരും ദിവസങ്ങൾ നീളുന്ന യാത്രയിൽ ചെയ്യേണ്ടതിനെക്കുറിച്ചെല്ലാം വലിയ പദ്ധതികൾ ആസൂത്രണം ചെയ്തു. ഓരോ ദിവസം ഓരോ ബീച്ചുകൾ, എല്ലാ ദിവസവും പുതിയ പബ്ബുകൾ, ഗോവൻ ഭക്ഷണം, അങ്ങനെ എല്ലാവരും ചേർന്ന് പദ്ധതികൾ അങ്ങോട്ടുള്ള ട്രെയിൻ യാത്രയിൽ തന്നെ പ്ലാൻ ചെയ്തു. ആദ്യത്തെ ദിവസം ഗോവയിലെ പ്രശസ്തമായ ബാഗ ബീച്ചിലേക്കാണ് പോയത്. അവിടെ ചെന്നപ്പോഴാണ് പെട്ടെന്നൊരു ആശയം വന്നത്. എന്തുകൊണ്ട് കടലിലേക്കൊരു യാത്ര പോയിക്കൂടാ? അവിടുത്തെ ബീച്ചിൽ തന്നെ പരിചയപ്പെട്ട ഒരു ഗൈഡാണ് ഇതിനെക്കുറിച്ച് നമ്മളോട് പറഞ്ഞത്. എല്ലാവരും ഉത്സാഹത്തിലായി, ഒരാളൊഴികെ. അയാൾ ചോദിച്ചു, നമ്മുടെ ആദ്യത്തെ പദ്ധതിയിൽ ഇങ്ങനൊരു പരിപാടി ഇല്ലല്ലോ. ബാക്കിയുള്ളവർ പറഞ്ഞു, ഇതൊക്കെ തന്നെയല്ലേ രസം. അങ്ങനെ 12 പേരും കൂടി ചെറിയൊരു ബോട്ടിൽ കടലിലേക്ക് തിരിച്ചു. കുറച്ച് നീങ്ങിയപ്പോൾ കടലിൻ്റെ സ്വഭാവം മാറി. തിരകൾക്കൊപ്പം ബോട്ടിൻ്റെ അടിവശം ഇടിക്കുന്നു. എല്ലാവർക്കും ചെറിയ പേടിയുണ്ട്. പക്ഷേ ഒരു രസമല്ലേ, ഒരു പുതിയ അനുഭവമല്ലേ എന്നുള്ള രീതിയിൽ ആരും ഒന്നും മിണ്ടുന്നില്ല. അപ്പോഴാണ് കൂട്ടത്തിലെ ഏറ്റവും ധൈര്യശാലിയായ ആൾ പകുതിയോളം എഴുന്നേറ്റ് നിന്ന് ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുവാൻ തുടങ്ങി. ബോട്ട് തിരിച്ചുവിടുവാൻ പറയുന്നു. പോകെ പോകെ ശബ്ദം കൂടുതൽ ഉയരുന്നു. സുഹൃത്തുക്കൾ സമാധാനിപ്പിക്കുന്നു. പക്ഷേ ആൾ സമ്മതിക്കുന്നില്ല. അമ്മയോട് വെള്ളത്തിലിറങ്ങില്ല എന്ന വാക്ക് കൊടുത്തിട്ടുണ്ടെന്നും ഉടനെ ബോട്ട് തിരിക്കണമെന്നും കരച്ചിലോളം എത്തിയ അപേക്ഷയായി. എല്ലാവരുടെയും മനസ്സലിഞ്ഞു. ബോട്ട് തിരിച്ചുവിടാൻ പറയുന്നു. കരയോടടുക്കുമ്പോൾ ആളുടെ ധൈര്യം തിരികെ എത്തുന്നു. കൂട്ടത്തിലുണ്ടായിരുന്ന ഞാൻ രഹസ്യമായി ചോദിച്ചു, എന്തു പറ്റി? ജാതകത്തിൽ മരണം വെള്ളം കൊണ്ടായിരിക്കുമെന്ന് അമ്മ ഒരിക്കൽ പറഞ്ഞതുകൊണ്ടാണെന്ന് പറഞ്ഞു. ഞാൻ ഒന്നുകൂടി സ്നേഹത്തോടെ ചോദിച്ചു, എന്നോട് പറഞ്ഞോളൂ, ഞാൻ ആരോടും പറയില്ല. എന്താ കാര്യം? ശരിക്കും എന്താണ് സംഭവിച്ചത്? അപ്പോൾ ആൾ പറഞ്ഞു, എനിക്ക് വെള്ളം പേടിയാണ്. വെള്ളത്തിൽ വീണാൽ ഞാൻ മരിച്ചു പോകുമെന്നും ആദ്യം പറയാൻ മടിയായിരുന്നതുകൊണ്ട് മാത്രമാണ് കടലിലേക്ക് പോകുവാൻ സമ്മതിച്ചതെന്നും പറഞ്ഞു. 6 അടി പൊക്കമുള്ള കൂട്ടത്തിലെ ഏറ്റവും ധൈര്യശാലിയായ ആൾ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കത് ഒരു അത്ഭുതമായിരുന്നു. പിന്നീട് മനസ്സിലായി, അതുപോലെയുള്ള ഒരുപാട് പേർ ഈ ലോകത്തിലുണ്ടെന്ന്, വെള്ളത്തിനെ പേടിയുള്ളവർ. വെള്ളത്തിനെ പേടിച്ച ആ സുഹൃത്തിനെ പോലെ പിന്നീട് ഒരുപാട് പേരെ കണ്ടുമുട്ടി. ഇങ്ങനെയുള്ള പേടിക്ക് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് ഹൈഡ്രോഫോബിയ. അവർ മറ്റുള്ളവർ സന്തോഷത്തോടെ പുഴയിൽ കുളിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ മാറി നിൽക്കുന്നു. മറ്റുള്ളവർ എത്ര നിർബന്ധിച്ചാലും അവർക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഭയം അവരെ അതിൽ നിന്ന് മാറ്റി നിർത്തുന്നു. ഫോബിയ എന്ന വാക്കിൻ്റെ അർത്ഥം an extreme or irrational fear of or aversion to something എന്നാണ്. ഏതെങ്കിലും ഒന്നിനെ വളരെയധികം ഭയക്കുന്നത് എന്താണോ അതാണ് ഫോബിയ. ഓരോരുത്തർക്കും അങ്ങനെ ഓരോന്നിനോടും പേടിയുണ്ടാകും. എനിക്ക് ഏറ്റവും പേടിയുള്ളത് ഉയരത്തെയാണ്. ഉയരമുള്ള കെട്ടിടങ്ങൾ, ഉയരമുള്ള പ്രതലങ്ങൾ, ഇതൊക്കെ ഭയങ്കര പേടിയാണ്. പേടി മാത്രമല്ല, മറ്റുള്ളവർ അങ്ങനെയുള്ള സ്ഥലത്ത് നിൽക്കുന്നത് കാണുവാൻ പോലും പേടിയാണ്. കുടുംബവുമൊത്ത് ചില വിനോദസഞ്ചാര സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഞാനും അങ്ങനെയുള്ള സ്ഥലത്തേക്ക് പോകാറില്ല. മറ്റുള്ളവരെ ഒട്ട് പോകാനും സമ്മതിക്കില്ല. ഉദാഹരണം, വലിയൊരു കുന്നിൻ്റെ മുകളിൽ പോയി അതിൻ്റെ വശത്ത് നിൽക്കാൻ എനിക്ക് ഭയമാണ്. ഒരുപാട് നിലകളുള്ള വലിയ കെട്ടിടത്തിൻ്റെ മുകളിൽ നിൽക്കാനും. അക്രോഫോബിയ എന്നാണ് ഇതിൻ്റെ പേര്. അങ്ങനെയുള്ള പല ആളുകളെയും പിന്നീട് കണ്ടിട്ടുണ്ട്, അവരെക്കുറിച്ച് വായിച്ചിട്ടുമുണ്ട്. യുദ്ധതന്ത്രങ്ങൾ കൊണ്ട് ലോകത്തെ അത്ഭുതപ്പെടുത്തിയ നെപ്പോളിയൻ ബോണപ്പാർട്ട് മനുഷ്യ ചരിത്രത്തിലെ അത്ഭുതങ്ങളിൽ ഒന്നായിരുന്നു. ധൈര്യശാലിയായ നെപ്പോളിയന് പക്ഷേ പൂച്ചകളെ പേടിയായിരുന്നു. അപാരമായ യുദ്ധതന്ത്രങ്ങളും സൈനിക നീക്കങ്ങളും കൊണ്ട് ലോകത്തെ വിറപ്പിച്ച നെപ്പോളിയൻ തൻ്റെ മുറിയിലേക്ക് ഒരു പൂച്ച വന്നാൽ അവിടെയുള്ള മേശയിലേക്കോ ഉയരമുള്ള മറ്റെന്തിലേക്കുമോ ചാടിക്കയറുമായിരുന്നു. പൂച്ച അവിടെ നിന്ന് പോകാതെ അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങാൻ തയ്യാറാകുമായിരുന്നില്ല. ഫിയർ ഓഫ് കാറ്റ്സ് എന്നറിയപ്പെടുന്ന അലിയൂറോഫോബിയ എന്ന ഫോബിയയ്ക്ക് അടിമപ്പെട്ട ആളായിരുന്നു നെപ്പോളിയൻ ബോണപ്പാർട്ട്. വിചിത്രം തന്നെ അല്ലേ? മറ്റൊരു പ്രശസ്തനായ ആൾ സോവിയറ്റ് യൂണിയൻ്റെ ഭരണാധികാരിയായിരുന്ന ജോസഫ് സ്റ്റാലിൻ ആയിരുന്നു. ഏവിയേഷൻ രംഗത്തെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിന് വളരെ താല്പര്യമുണ്ടായിരുന്നെങ്കിലും ആകാശയാത്ര വളരെ ഭയമായിരുന്നു. സോവിയറ്റ് റഷ്യയുടെ പിതാവിന് വിമാനയാത്രയ്ക്ക് പകരം അദ്ദേഹം തിരഞ്ഞെടുത്തത് ട്രെയിൻ യാത്രകളായിരുന്നു. 1920കൾക്കും 1930കൾക്കും ഇടയ്ക്കുണ്ടായ പല വിമാന അപകടങ്ങളുമാണ് അദ്ദേഹത്തെ
വിമാനയാത്രയിൽ നിന്ന് ഭയപ്പെടുത്തിയെന്നും പറയുന്നു. വളരെ കുറച്ചു മാത്രം ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ മാത്രമേ അദ്ദേഹം വിമാനയാത്ര നടത്തിയിരുന്നുള്ളൂ. ഒരു പ്രാവശ്യം അദ്ദേഹം ഇറാനിലേക്ക് പോയപ്പോൾ 27 മിഗ് വിമാനങ്ങൾ അദ്ദേഹത്തിന് അകമ്പടി യാത്ര നടത്തി. ആകാശയാത്രയെ പേടിക്കുന്ന എയറോഫോബിയ എന്ന അവസ്ഥയുള്ള അദ്ദേഹത്തിന് മറ്റു 2 പേടികളും ഉണ്ടായിരുന്നു. തൻ്റെ ഭക്ഷണത്തിൽ വിഷം ചേർക്കുമോ എന്നും ഉറക്കത്തിൽ അദ്ദേഹം മരിച്ചു പോകുമോ എന്നുള്ള പേടിയായിരുന്നു അത്. തൻ്റെ അവസാന കാലത്ത് ആ പേടി തീവ്രമായി വളർന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥർ രുചിച്ചു നോക്കുമായിരുന്നെങ്കിലും കൂടെ ഭക്ഷണം കഴിക്കുന്നവരെ കഴിപ്പിച്ചു നോക്കിയിട്ട് മാത്രമേ അദ്ദേഹവും ഭക്ഷണവും വൈനും വോഡ്കയും ഒക്കെ കഴിച്ചിരുന്നുള്ളൂ. ടോക്സിക്കോഫോബിയ എന്നാണ് അതിൻ്റെ പേര്. എല്ലാവരും ഉറങ്ങുമ്പോഴും അദ്ദേഹം ഉറക്കത്തിൽ മരിക്കുമോ എന്നുള്ള പേടി കാരണം ഹിപ്നോഫോബിയ എന്ന അസുഖത്തിന് അടിമപ്പെട്ടിരുന്ന അദ്ദേഹം ഉറങ്ങാതെ ജോലി ചെയ്തു. അതിയായ ക്ഷീണം വരുമ്പോൾ മാത്രം അദ്ദേഹം ഉറങ്ങി. നമ്മുടെ നാട്ടിൽ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും പൊതുവെ പേടിയുള്ള ഒന്നാണ് പാറ്റ, പല്ലി മുതലായ ചെറിയ ജീവികളോടുള്ള പേടി. പ്രത്യേകിച്ച് കുളിമുറിയിൽ കയറുമ്പോൾ മുഴുവൻ പരിശോധനയും നടത്തി പാറ്റയോ പല്ലിയോ മുതലായ ക്ഷുദ്രജീവികളൊന്നുമില്ല എന്നുറപ്പാക്കിയിട്ട് മാത്രമേ അവർ കയറുകയുള്ളൂ. ഒരു ഉപദ്രവവും നടത്താത്ത ഇവരെ സ്ത്രീകളും പെൺകുട്ടികളുമൊക്കെ ക്ഷുദ്രജീവികളായാണ് കരുതുന്നത്. അബദ്ധവശാൽ ഏതെങ്കിലും ഒരു പാറ്റയോ പല്ലിയോ കണ്ടാൽ അനാക്കൊണ്ടയെ കണ്ടതുപോലെ അവർ കട്ടിലിലോ കസേരയിലോ കയറിക്കളയും. ചില ഭർത്താക്കന്മാർ മനഃപൂർവ്വം പാറ്റയോ പല്ലിയോ ഓടിക്കുവാൻ കൂടുതൽ സമയമെടുക്കാറുണ്ടെന്നും ഭാര്യയുടെ പേടി കണ്ട് ഗൂഢമായി മനസ്സിൽ ആനന്ദിക്കാറുണ്ടെന്നും ഞാൻ സ്വയം നടത്തിയ ഒരു റിസർച്ചിൽ വെളിപ്പെട്ടിട്ടുണ്ട്. പാറ്റയെ പേടിക്കുന്ന ഈ ഫോബിയ ലളിതമായി പറഞ്ഞാൽ കോക്രോച്ച് ഫോബിയ അഥവാ കാറ്റ്സാരിഡ ഫോബിയ എന്നറിയപ്പെടുന്നു. സ്ത്രീകൾക്ക് മാത്രമല്ല കേട്ടോ, പുരുഷന്മാർക്കും പാറ്റയും ചിലന്തിയും ഒക്കെ പേടിയാണ്. ചിലന്തി കുളിമുറിയിലുള്ളതുകൊണ്ട് ഒരാഴ്ച കുളി ഒഴിവാക്കിയ ഒരു സുഹൃത്തുണ്ടായിരുന്നു. ചിലന്തിയെ പേടിക്കുന്നതിന് അരക്നോഫോബിയ, ഫിയർ ഓഫ് സ്പൈഡേഴ്സ് എന്നറിയപ്പെടുന്നു. ചില സിനിമകളിൽ പാറ്റയും ചിലന്തിയും ഒക്കെ പേടിക്കുന്ന നായികയെ രക്ഷിക്കുന്ന നായകന്മാരെയും കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കാണാറുള്ള മറ്റൊരു പേടിയാണ് സൈനോഫോബിയ. പട്ടികൾ കടിക്കുമോ എന്നുള്ള ഭയത്തിൽ നിന്നാണ് ഇത് വരുന്നത്. നമ്മുടെ നാട്ടിൽ അതിഥികൾ വീട്ടിലേക്ക് വരുമ്പോൾ സുഖമാണോ എന്ന് ചോദിക്കുന്നതിന് മുമ്പ് ചോദിക്കുന്ന ചോദ്യമാണ് പട്ടിയുണ്ടോ, പട്ടി കടിക്കുമോ എന്നുള്ള ചോദ്യം. ചില വീടുകളിൽ മുന്നറിയിപ്പായി പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന ബോർഡും തൂക്കാറുണ്ട്. നമ്മുടെ ഉള്ളിലെ സൈനോഫോബിയ ഉണർത്താനുള്ള സൈക്കോളജിക്കൽ മൂവാണത്. ബ്ലഡി ഫെല്ലോസ്. ബഹുഭൂരിപക്ഷം ആളുകൾക്കും പാമ്പിനെ പേടിയാണ്. എനിക്ക് പാമ്പിനെ വളരെ പേടിയാണ്. അകാരണമായ എന്തോ ഒരു ഭയം. ഫെയർ ഓഫ് റെപ്റ്റൈൽസ് അല്ലെങ്കിൽ ഉരകങ്ങളെക്കുറിച്ചുള്ള പേടിയാണ് ഹെർപെറ്റോഫോബിയ. പ്രത്യേകിച്ചും എപ്പോഴെങ്കിലുമൊക്കെ ഒരു പാമ്പിനെ കണ്ടാൽ അന്ന് പിന്നെ കാണുന്ന എന്തും പാമ്പിനെ പോലെ ഇരിക്കും. പാമ്പിനെ പേടിക്കുന്ന എൻ്റെ സ്വന്തം വീട്ടിൽ എൻ്റെ ഇളയ മകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടെലിവിഷൻ പ്രോഗ്രാം സ്നേക്സ് ഇൻ ദ സിറ്റി എന്ന നാഷണൽ ജോഗ്രഫിക് ചാനലിലെ പ്രോഗ്രാമാണ്. സൈമൺ കീസ് എന്ന പാമ്പ് പിടുത്തക്കാരനും കാമുകിയും കൂടി നടത്തുന്ന ചില പാമ്പ് പിടുത്തങ്ങളിലാണ് ഈ പരിപാടിയുടെ പ്രത്യേകത. പാമ്പുകളെ വളരെ പേടിയുള്ള എന്നെ വീണ്ടും പേടിപ്പിക്കാനാണോ എന്നറിയില്ല, എൻ്റെ മകൾ ഇത് കൂടെ കൂടെ കാണുന്നതെന്ന് എനിക്ക് സംശയം തോന്നാറുണ്ട്. നാടൻ പാമ്പുകളെ ഉറക്കത്തിൽ കണ്ട് പേടിച്ചിരുന്ന ഞാനിപ്പോൾ സൗത്ത് ആഫ്രിക്കയിലെ മംബോ എന്ന പാമ്പിനെയൊക്കെ കണ്ട് പേടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കാര്യത്തിലെങ്കിലും ഒരു പുരോഗമനമുണ്ടല്ലോ. പണ്ടൊരിക്കൽ ഉറക്കത്തിൽ പാമ്പിനെ സ്വപ്നം കണ്ട ഞാൻ അതിനെ എടുത്ത് ദൂരെ വലിച്ചെറിഞ്ഞതും ഭാര്യ 2 ആഴ്ച കൈവേദനയുമായി നടന്നതുമൊക്കെ ഇപ്പോഴും മറന്നിട്ടില്ല. ആ സംഭവത്തിന് ശേഷം പാമ്പിനോടുള്ള പേടി കുറച്ച് കുറഞ്ഞതായും തോന്നിയിട്ടുണ്ട്. പാമ്പിനൊക്കെ ഒരു മര്യാദയുണ്ടല്ലോ. വർഷങ്ങൾക്ക് മുമ്പ് വീടിനടുത്തുള്ള സെമിത്തേരിയുടെ അടുത്തുകൂടി പോകുമ്പോൾ എന്തെന്നില്ലാത്ത ഭയം ഉണ്ടാകുമായിരുന്നു. സെമിത്തേരി കടന്നു വേണം എൻ്റെ വീട്ടിലേക്ക് പോകുവാൻ. അക്കാലത്ത് ഞാൻ എന്നെ തന്നെ ഒരു മികച്ച യുക്തിവാദിയായി ആണ് കണ്ടിരുന്നതെങ്കിലും സെമിത്തേരിയുടെ അടുത്തെത്തുമ്പോൾ ദൈവത്തെ ഓർത്തു പോകുമായിരുന്നു. വീടിനോടടുക്കുമ്പോൾ വീണ്ടും യുക്തിവാദിയാകുമായിരുന്ന ഒരു പ്രത്യേക പ്രതിഭാസത്തിനടിമയുമായിരുന്നു. രാത്രിയോ ഇരുട്ടിനെയോ പേടിക്കുന്നതിനുള്ള ഈ പേടിക്കാണ് നിക്ടോഫോബിയ എന്ന് പറയുന്നത്. പരിചയമില്ലാത്തതും വെളിച്ചമില്ലാത്തതുമായ സ്ഥലങ്ങളിലെത്തുമ്പോൾ അതിഭീകരന്മാരായ ചില രൂപങ്ങൾ ദൂരെ കാണുകയും വെളിച്ചത്തിൽ നോക്കുമ്പോൾ വാഴയോ മറ്റു വൃക്ഷങ്ങളോ മാത്രമായി തോന്നുന്ന ഈ പരിപാടി കുറച്ചൊക്കെ മുതിർന്നതുവരെ കൂടെയുണ്ടായിരുന്നു. ഇപ്പോൾ അത് ശീലമാകുകയും
കഴിയുന്നതും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ രാത്രി പോകുന്നത് ഒഴിവാക്കുകയും ചെയ്യാറുണ്ട്. നിങ്ങൾ ചിരിക്കണ്ട കേട്ടോ, പേടിയുള്ളവർക്കൊക്കെ ഇത് പറഞ്ഞാൽ മനസ്സിലാവുകയുള്ളൂ. എനിക്കറിയാവുന്ന ഒരു ഉയർന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥന് പേടി എലിവേറ്റർ അല്ലെങ്കിൽ ലിഫ്റ്റുകളോടാണ്. അദ്ദേഹം ഉയർന്ന നിലയിലുള്ള തൻ്റെ ഓഫീസിലേക്ക് ലിഫ്റ്റ് ഒഴിവാക്കി പടികൾ കയറിയാണ് പോകുക. ഔദ്യോഗിക ജീവിതത്തിൽ വളരെ ധീരമായ നടപടികൾ എടുക്കുമ്പോഴും ക്ലോസ്ട്രോഫോബിയ എന്ന കൊച്ചു പേടിയുമായി അദ്ദേഹം സധൈര്യം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. ലിഫ്റ്റിനകം പോലെയുള്ള ചെറിയ സ്ഥലങ്ങളെയാണ് ഇങ്ങനെയുള്ളവർക്ക് പേടി. ഇടിമിന്നലിനെയും ഇടിവെട്ടിനെയും ഒരുപാട് പേർക്ക് പേടിയാണ്. ഒരു പക്ഷേ പണ്ട് മുതലേ നമ്മുടെയൊക്കെ വീടുകളിൽ ഈ സമയത്ത് കാലുകൾ തറയിൽ കുത്തുന്നത് ഒഴിവാക്കി ഉയർന്ന സ്ഥലങ്ങളിൽ കട്ടിലിലോ കസേരയിലോ ഒക്കെ ഇരിക്കുവാൻ നമ്മളെ മുതിർന്നവർ ഉപദേശിക്കുമായിരുന്നു. നമ്മുടെ സുരക്ഷയെ കരുതിയായിരുന്നു അത്. ആസ്ട്രാഫോബിയ എന്നറിയപ്പെടുന്ന ഈ പേടി ഒരുപാട് പേർക്കുണ്ട്. ഇതൊക്കെ സ്വർഗത്തിലെ യുദ്ധമാണെന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ലെന്നും ഒക്കെ നമ്മുടെ മുത്തശ്ശിമാർ പറഞ്ഞു പറ്റിച്ചിരുന്നു. അങ്ങനെ അതൊക്കെ വിശ്വസിച്ചിരുന്നൊരു കാലവും ഉണ്ടായിരുന്നു. മഴക്കാലത്ത് ഇടിവെട്ടുന്ന സമയത്ത് എത്ര കൊതിയോടെയാണെങ്കിലും നമ്മൾ മാമ്പഴം പെറുക്കാൻ പോകാറില്ലായിരുന്നു, ഇടിമിന്നലിനെയും ഇടിവെട്ടിനെയും പേടിച്ച്. ഓർമ്മയുണ്ടോ ആ കാലമൊക്കെ? രക്തം കണ്ടാൽ ബോധം പോകുന്ന ചില ആൾക്കാരുണ്ട്. ഹീമോഫോബിയ എന്നാണ് ഇതിൻ്റെ പേര്. ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ സൂചി കുത്തുന്നതിനെ പേടിക്കുന്നവരുണ്ട്. ട്രിപ്പാനോഫോബിയ എന്നറിയപ്പെടുന്ന ഈ പേടി സൂചി മാത്രമല്ല, കൂർത്ത അഗ്രങ്ങളുള്ള എന്തിനേയും പേടിക്കുന്നതിനെയാണ് പറയുക. എമറ്റോഫോബിയ എന്നറിയപ്പെടുന്ന അവസ്ഥ യാത്ര ചെയ്യുന്ന ആളുകൾക്കുണ്ടാവും. ഛർദിയെക്കുറിച്ചാണിത്. അതുകൊണ്ട് തന്നെ അവർ യാത്രകൾ ഒഴിവാക്കുന്നു. യാത്രകൾ ചെയ്യുമ്പോൾ ഛർദിക്കുമോ എന്നുള്ള പേടിയാണ് എമറ്റോഫോബിയ. അതുപോലെ തന്നെയാണ് സ്കൂൾ ഫോബിയ. സ്കൂളിൽ പോകുവാൻ പേടിയുള്ള കുട്ടികൾ. ഇതൊക്കെ സംഭവിക്കുന്നത് ചില അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുമ്പോഴുമായിരിക്കും. ചിലത് ജനിതക കാര്യങ്ങളാണെങ്കിൽ ചിലത് സാഹചര്യങ്ങൾ കൊണ്ടാണ്. പ്രത്യേകിച്ച് മാതാപിതാക്കളെ പിരിഞ്ഞിരിക്കേണ്ടി വരുമോ എന്നുള്ള പേടി കൊണ്ട് സെപ്പറേഷൻ ആൻസൈറ്റി ഡിസോർഡർ, അല്ലെങ്കിൽ സ്കൂളിൽ പോകുമ്പോൾ അവിടെ നിന്നുള്ള അന്തരീക്ഷത്തിൽ നിന്ന് അണുക്കളുമായുള്ള സമ്പർക്കം ഉണ്ടാകുമോ എന്നുള്ള പേടി. ഇങ്ങനെ പല കാര്യങ്ങളൊക്കെയാണ് സ്കൂൾ ഫോബിയയ്ക്ക് പിറകിൽ. സ്കൂളിൽ പോകാൻ മടി ഉണ്ട് എന്ന് ഏതെങ്കിലും ഒരു കുട്ടി പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൂടി ഓർമ്മ വരണം. ഇതിലൊന്നും ഒതുങ്ങുന്നില്ല. കൊല്ലപ്പെടുമോ എന്നുള്ള പേടി, കുട്ടികളെ പേടി, അസുഖം വരുമോ എന്നുള്ള പേടി, മരണത്തെ പേടി, ഉയർന്ന ശബ്ദങ്ങളെ പേടി, ഒറ്റപ്പെട്ടു പോകുമോ എന്നുള്ള പേടി, വിടവുകൾ അല്ലെങ്കിൽ ഗർത്തങ്ങൾ കാണുമ്പോഴുള്ള പേടി, പക്ഷികളുടെ തൂവൽ കാണുമ്പോഴുള്ള പേടി, ജനത്തിരക്കുള്ള സ്ഥലങ്ങൾ കാണുമ്പോഴുള്ള ഭയം, ലൈംഗിക ആക്രമണം ഉണ്ടാകുമോ എന്നുള്ള ഭയം, കാൽമുട്ടുകൾ മുറിവേൽക്കുകയോ സ്ഥാനചലനം സംഭവിക്കുമോ എന്നുള്ള ഭയം, ചില വാക്കുകൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഭയം. ഇങ്ങനെ ആയിരക്കണക്കിന് ഫോബിയകൾ ഉണ്ട്. പെൻത്രാഫോബിയ എന്നുള്ളത് അമ്മായിയമ്മയെക്കുറിച്ചുള്ള അതിയായ ദേഷ്യം അല്ലെങ്കിൽ അവരോടുള്ള പേടിക്ക് പറയുന്നതാണ്. മലയാളികൾക്ക് ഈ ഫോബിയ സുപരിചിതമാണല്ലോ. നമ്മൾ ഈ ഫോബിയ വെച്ച് സിനിമ വരെ ചെയ്തിട്ടുണ്ട് അല്ലേ? തമാശകളൊക്കെ നമ്മൾ പറയുമ്പോഴും ഇത് അനുഭവിക്കുന്നവർക്ക് വളരെ വേദന ഉളവാക്കുന്നതാണ് ഇങ്ങനെയുള്ള പേടികൾ. നല്ല ഒരു മനഃശാസ്ത്ര വിദഗ്ധൻ്റെ ഉപദേശം ഒരു പക്ഷേ നമ്മെ ഇതിൽ നിന്നും മോചിതരാക്കിയേക്കാം. അകാരണമായ ഭയങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ കുടുംബാംഗങ്ങളാവട്ടെ സുഹൃത്തുക്കളാവട്ടെ, ഒരു നിമിഷം നമുക്ക് അവരോട് അതിനെക്കുറിച്ച് ചോദിച്ചറിയാം. എന്തിനാണ് അവർ പേടിക്കുന്നത്? എന്തുകൊണ്ടാണ് അവർ പേടിക്കുന്നത്? മുൻപ് പറഞ്ഞതുപോലെ അത് ജനിതകമായ ഒന്നോ സാഹചര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ അവർ ഏതെങ്കിലും സമയത്ത് കടന്നുപോയ മോശം അനുഭവങ്ങളിലൂടെയൊക്കെ ആയിരിക്കാം. ഒരു പക്ഷേ നമ്മുടെ കരുതൽ അവർക്ക് ഒരു ആശ്വാസമായേക്കാം. പ്രധാനമായും 5 തരങ്ങളിലുള്ള ഫോബിയ ഉണ്ട്. 1. മൃഗങ്ങൾ, ചിലന്തികൾ, പട്ടികൾ, ഇൻസെക്ട്സ്, ഇങ്ങനെയൊക്കെ ഉള്ളതിനെ കുറിച്ചുള്ള പേടി. നാച്ചുറൽ എൻവയോൺമെൻറ്റ്, ഉയരത്തിൽ മുമ്പ് പറഞ്ഞ പോലെ ഉയരങ്ങളെ പേടിക്കുന്നത്, ഇടിമിന്നലിനെ പേടിക്കുന്നത്, ഇരുട്ടിനെ പേടിക്കുന്നത്, ഇതൊക്കെ അങ്ങനെയുള്ളതിലേക്ക് വരുന്നു. രക്തവും ശരീരത്തിലുണ്ടാകുന്ന മുറിവുകൾ, മെഡിക്കൽ സംബന്ധമായ കാര്യങ്ങൾ, ഇഞ്ചക്ഷൻസ്, എല്ലുകൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, വീഴ്ച സംഭവിക്കുമോ, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ. മറ്റൊന്ന് ആകാശയാത്രയെ ഭയപ്പെടുക, കാറുകൾ ഓടിക്കുന്നതിനെ പേടിക്കുക, എലിവേറ്റർ കയറുന്നതിനെ പേടിക്കുക, ഡ്രൈവ് ചെയ്യുന്നതിനെ പേടിക്കുക, ഇതൊക്കെയാണ്. പിന്നീടുള്ളത് ഉയർന്ന ശബ്ദങ്ങൾ കേൾക്കുകയോ അല്ലെങ്കിൽ വെള്ളത്തിൽ മുങ്ങിപ്പോകുമോ എന്നൊക്കെയുള്ള പേടികളാണ്. ഇങ്ങനെയുള്ള ഭയം എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അതെങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതിനെക്കുറിച്ച്
കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ഡോക്ടർ പ്രകാശ് ചന്ദ്രൻ അറക്കൽ പറയുന്നത് ഇങ്ങനെയാണ്. ഫോബിയ ഉണ്ടാകാൻ പല കാരണങ്ങളുണ്ടാകാം. ഒന്ന്, മനുഷ്യന് പാരമ്പര്യമായി, അതായത് കുടുംബത്തിൽ ആർക്കെങ്കിലും ഫോബിയ ഉണ്ടെങ്കിൽ അടുത്ത തലമുറയിലേക്ക് വരുവാനുള്ള സാധ്യതകളുണ്ട്. ചില ഹോർമോണിൻ്റെ ചേഞ്ചസ്, അതായത് തൈറോയിഡ് പോലെയുള്ള ചില ഹോർമോൺ ചേഞ്ചസ് വന്നാൽ ചിലർക്ക് അകാരണമായ ഭയം ഉണ്ടാകാറുണ്ട്, ഉത്കണ്ഠ ഉണ്ടാകാറുണ്ട്. അനുഭവങ്ങൾ കൊണ്ട് പലപ്പോഴും നമ്മൾ പറയുന്ന അനുഭവങ്ങൾ, ഇപ്പോൾ ഒരിക്കലും ലിഫ്റ്റിൽ പെട്ടുപോയി, അങ്ങനെ ഉണ്ടാകുന്ന ഒരു ഭയമാണെങ്കിൽ പിന്നീട് ലിഫ്റ്റ് കാണുമ്പോൾ ഭയമുണ്ടാകാം. ഏതെങ്കിലും മൃഗങ്ങളിൽ നിന്ന് ഒരാക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് പൂച്ചയുടെ രോമം കഴിച്ചാൽ ഭ്രാന്ത് വരും എന്ന് പറഞ്ഞിട്ട് പൂച്ചയെ ഭയമുണ്ടാകുന്ന, അങ്ങനെ ഉണ്ടാകാം. അങ്ങനെ ഒന്നെങ്കിൽ നമ്മുടെ അനുഭവങ്ങളാകാം, നമുക്ക് കിട്ടിയിരിക്കുന്നതായ വിവരങ്ങൾ, ഇൻഫർമേഷൻ ആകാം. ഇത് മാറ്റാൻ പല മാർഗങ്ങളുണ്ട്. ഒരു പരിധിക്ക് അപ്പുറമാണ് ഈ ഭയമെങ്കിൽ പലപ്പോഴും മരുന്നുകൾ തന്നെ വേണ്ടി വരാം. അല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചെറിയ അനുഭവങ്ങളും ഉണ്ടായി. ഉദാഹരണത്തിന് ഒരു മൃഗത്തെ ഭയമുണ്ടെങ്കിൽ ആ ഭയത്തെ മാറ്റിയെടുക്കാനായിട്ട് ബിഹേവിയർ തെറാപ്പി, നമ്മുടെ സ്വഭാവ മാറ്റങ്ങൾ ഉണ്ടാകത്തക്കവണ്ണം തെറാപ്പികൾ നടത്തി അതിൽ നിന്ന് ആളെ രക്ഷിക്കാൻ സാധിക്കും. നിരന്തരമായി ഇൻഫർമേഷൻ കൊടുക്കുക എന്ന് വെച്ചാൽ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഒരു റാഷണൽ തിങ്കിങ് ഉണ്ടാക്കി അതുകൊണ്ട് ഈ ഭയത്തെ, ഫോബിയയിൽ നിന്ന് ആൾക്കാരെ രക്ഷപ്പെടുത്താം. അതായത് കോഗ്നിറ്റീവ് തെറാപ്പി, അതായത് നമ്മുടെ നമ്മൾ ആ കാര്യത്തെ എങ്ങനെ ധരിച്ചു വച്ചിരിക്കുന്നു അതിനെക്കുറിച്ചുള്ള മാറ്റങ്ങൾ അവൻ്റെ ചിന്തയിലും പെരുമാറ്റത്തിലും പെർസെപ്ഷനിലും ആഭിമുഖ്യത്തിലും ആറ്റിറ്റ്യൂഡിലുമൊക്കെ ഉണ്ടാക്കിയാൽ ഫോബിയയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കും. ഫോബിയ എന്ന് പറയുന്നത് നമ്മളിൽ പലർക്കും ഉണ്ടാകുന്ന ഒരു അസുഖമാണ്, അല്ലെങ്കിൽ ഒരവസ്ഥയാണ്. ആദ്യം പറഞ്ഞതുപോലെ അക്രോഫോബിയ അല്ലെങ്കിൽ ഉയർന്ന സ്ഥലത്ത് നിൽക്കുമ്പോഴുള്ള ഭയം മാറ്റുവാൻ ഞാനൊരു ശ്രമം നടത്തി. 2 മാസങ്ങൾക്ക് മുൻപാണത്. പല സുഹൃത്തുക്കളും ട്രെക്കിങ്ങിനും ഹൈക്കിങ്ങിനും ഒക്കെ പോകുമ്പോൾ ഞാൻ മാറി നിൽക്കുമായിരുന്നു. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം കുടുംബവും അടുത്ത സുഹൃത്തുക്കളോടുമൊപ്പം നടത്തിയ യാത്രയിൽ ജീവിതത്തിൽ ആദ്യമായി ഒരു ട്രെക്കിംഗ് നടത്തി. ഏകദേശം 1.5 മണിക്കൂർ നടന്നു. ഒരു കുന്നിൻ്റെ മുകളിലെത്തി. ജീവിതത്തിൽ ആദ്യമായി നടത്തിയ യാത്രയിൽ സ്ഥിരമായി സ്നേക്സ് ഇൻ ദ സിറ്റി കാണുന്ന രണ്ടാമത്തെ മകളുമുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും നന്നായി അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് ആ പേടിയെ അങ്ങ് കളഞ്ഞു. കഴിഞ്ഞ മാസം മറ്റൊരു ട്രെക്കിംഗ് കാട്ടിൽ കൂടി നടത്തി ഉയരങ്ങളോടും പാമ്പുകളോടുമുള്ള പേടിയും കുറച്ചു. നമ്മൾ എന്തിനെ പേടിക്കുന്നുവോ അതിനെ കൂടുതൽ മനസ്സിലാക്കുവാൻ ശ്രമിക്കുമ്പോഴാണ് അതിനെക്കുറിച്ചുള്ള ഭയത്തെ മറികടക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നത്. നമ്മൾ അതിനായി ആത്മാർത്ഥമായി ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിദഗ്ധരെ കണ്ട് അതിന് പരിഹാരം കാണുമ്പോൾ നമ്മുടെ ഭയവും മാറുന്നു. ഒന്നിനെയും ഭയമില്ലാത്ത ധൈര്യത്തോടെയുള്ള ഒരു ജീവിതം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഫോബിയെക്കുറിച്ചുള്ള ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഗ്രാമി അവാർഡ് ജേതാവ് മനോജ് ജോർജുമായുള്ള അഭിമുഖ സംഭാഷണമാണ് അടുത്ത ലക്കത്തിൽ. ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി.